KSRTC ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും MLA സച്ചിൻ ദേവിനെയും ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നാണ് കുറ്റപത്രം പറയുന്നത്. റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, നമ്മൾ കൺമുന്നിൽ കണ്ടതാണ് ഈ ബസ്സിന് മുന്നിലേക്ക് സച്ചിനും ഒപ്പം ആര്യയും സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തുകയും അവിടെ ഈ രീതിയിലുള്ളൊരു ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തത്. വാക്പോരാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ വിഷയത്തിൽ പിന്നീട് യദു കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ആരെയും സച്ചിനും ഒഴിവാക്കിയതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്തുകൊണ്ട് ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് റഹീഷ്? അരുൺകുമാർ, യദു നൽകിയ പരാതിയിൽ 5 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം സച്ചിൻ ദേവ് MLAയും മേയറുടെ 2 ബന്ധുക്കളും അടക്കമുള്ള 5 പേരായിരുന്നു 3 ബന്ധുക്കളും അടക്കമുള്ള 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 1, 2, 4, 5 പ്രതികളെ ഒഴിവാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആര്യ രാജേന്ദ്രനുമില്ല, സച്ചിൻ ദേവുമില്ല, അവരുടെ 2 ബന്ധുക്കളുമില്ല. മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരനായ അരവിന്ദ് മാത്രമാണ് ഇതിനകത്ത് പ്രതിയായിട്ട് ഉള്ളത്. ഇതിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്നതായിരുന്നു യദു അന്ന് നൽകിയ പരാതി. ഈ വിവാദത്തിന് ശേഷം യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്ന് പോലീസ് പരാതി സ്വീകരിച്ചിരുന്നില്ല. അതിൽ FIR-ഓ കേസെടുക്കാനോ തയ്യാറായിരുന്നില്ല. പിന്നീട് യദു കോടതിയെ സമീപിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. അതിൽ യദു പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്നതായിരുന്നു. പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഈ 4 പ്രതികളുടെ ഒഴിവാക്കപ്പെട്ട 4 പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണമായി പറയുന്നത് ഈ ഔദ്യോഗിക കൃത്യനിർവഹണം എന്ന് പറയുമ്പോൾ ആ ബസ് തിരുവനന്തപുരത്ത് എത്തി KSRTC തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട സാധാരണഗതിയിലുള്ള ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെയല്ല ആ വാഹനം പോയത്. അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി അത് കുറ്റപത്രമായി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ആ തരത്തിൽ MLAക്കും ഒപ്പം മേയർക്കുമെതിരെ കേസെടുക്കാനാവില്ല എന്ന് പറഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് 2024 ഏപ്രിൽ മാസം 27-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. വാഹനം കുറുകെ ഇടുന്നതും ഇവർ പുറത്തിറങ്ങുന്നതും വാഹനത്തിനകത്ത് സച്ചിൻ ദേവ് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ ഉള്ള സംഭവമായിരുന്നു. പക്ഷേ പിന്നീട് ഇത് പലതരത്തിൽ വിവാദമായി. അന്വേഷണ സംഘത്തോട് യദു ഇതിന്റെ മെമ്മറി കാർഡ് പരിശോധിക്കാൻ KSRTC ബസ്സിൽ CCTV ഉണ്ട്. ആ CCTVയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എത്തിയപ്പോൾ അതിനകത്ത് മെമ്മറി കാർഡ് കാണാതായ സംഭവമൊക്കെ വലിയ വിവാദമായിരുന്നു. അതിലാണ് ഇപ്പോൾ പോലീസ് ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്. അതിൽ മേയർ സച്ചിൻ ദേവും മേയർ ആര്യയും ഒപ്പം ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവ് MLAയും മറ്റു 2 ബന്ധുക്കളും ഒഴിവായിരിക്കുന്നു. അരവിന്ദിനെതിരെ കുറ്റപത്രത്തിൽ ചുമത്തപ്പെട്ടത് നിസാര വകുപ്പാണ്. ബസ് തടഞ്ഞു എന്നത് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന വിവരം. ഇതുവരാണെങ്കിൽ പണിയും പോയി.